ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇത് നമുക്ക് വൈറലായിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെഡിയാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഇഡ്ഡലി തട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസസ് ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇതേപോലെ 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ച് ചേർത്തപ്പോഴും മുട്ടയുടെ തോട് ഇതേപോലെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ വെള്ള ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ കൊള്ളുന്ന രീതിയിൽ മാത്രമേ നമ്മൾ പോർഷൻസ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് നീക്കി വെച്ചിട്ട് അടുത്ത തട്ടിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 4-5 മതിയാകും. ഞാനിവിടെ നേരിയത് എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നേരെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തട്ടുകൾ ഒരുമിച്ചാക്കിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 12 മിനിറ്റിൽ നമ്മുടെ ചിക്കനും മുട്ടയൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 12 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനും മുട്ടയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ടയുടെ ഒപ്പം തന്നെ നമ്മൾ ആവിയിൽ കുക്ക് ചെയ്തെടുത്ത വെളുത്തുള്ളിയും വറ്റൽമുളകും ക്യാപ്സിക്കം ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു ചീസിൻ്റെ സ്ലൈസ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കേർഡ് കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ലാസ്റ്റായിട്ട് നമ്മളൊരു 5 കശുവണ്ടി പാലിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പാലും കശുവണ്ടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള മയോണൈസ് നമുക്കിവിടെ റെഡിയായി കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇതേപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മിക്സിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അതിനു വേണ്ടി വലിയൊരു ബൗളിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ തക്കാളി അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസ് കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഫുള്ളായിട്ട് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടറിൽ നല്ലപോലെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ഇതേപോലെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തതിലേക്ക് നമുക്കൊരു ബ്രെഡിൻ്റെ പീസ് വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.